പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2016 മുതൽ 2023 വരെ കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ഹെൽത്ത് മിഷൻ വഴി 5556 കോടി രൂപ ഈ ഗവൺമെൻറ്റിലേക്ക് അനുവദിച്ചിട്ടുണ്ട്. ഇത് വകുപ്പ് മന്ത്രി തന്നെ ലോക്സഭയിൽ വ്യക്തമാക്കിയതാണ്. ഇതിൽ നിന്ന് ആലപ്പുഴ ജില്ലയ്ക്ക് മാത്രം 230 കോടി രൂപയിലധികം നൽകിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഈ പണം ലഭ്യമാക്കിയിട്ടുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, മനുഷ്യ വിഭവമൊരുക്കൽ എന്നീ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ആവശ്യത്തിന് ഡോക്ടർമാർ, ആവശ്യത്തിന് നഴ്സസ്, അറ്റൻഡന്റ്മാർ തുടങ്ങി ഒരു ആശുപത്രിയുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഇത്രയും പണം കേന്ദ്ര ഗവൺമെൻറ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആശുപത്രികൾ മനുഷ്യരുടെ ജീവൻ രക്ഷാ കേന്ദ്രങ്ങൾ ആകേണ്ടതിനു പകരം ആശുപത്രി ചില ഡോക്ടർമാർ ആശുപത്രികളിൽ ആരാച്ചാർമാരെ പോലെ പ്രവർത്തിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഹരിപ്പാട് മരണമടഞ്ഞിട്ടുള്ള മജീദും അതുപോലെ തന്നെ ശ്രീമാൻ രാമചന്ദ്രനും ചികിത്സ ലഭിക്കാതെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണമടഞ്ഞിട്ടുള്ള വേണുവും ഏറ്റവും അവസാനം കോഴിക്കോടിലെ സ്വന്തം ജോലി ചെയ്യാൻ നിർവാഹമില്ലാതെ എൻ്റെ ജീവിതം നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയിലാണ് എന്ന് വേദനിച്ചുകൊണ്ട് നമ്മുടെ മുന്നിൽ സമരരംഗത്ത് വന്ന, ശരീരത്തിൽ കത്രിക വെച്ച് അതിൻ്റെ ദുരന്തം അനുഭവിച്ച ഹർഷീനയും, ഏറ്റവും അവസാനം ആലപ്പുഴയിൽ നമ്മൾ കണ്ടിട്ടുള്ള നമ്മുടെ ഉഷ ജോസഫും ഉൾപ്പെടെ ഈ സർക്കാരിൻ്റെ ആശുപത്രികളിലെ സർജറികളിലെ കെടുകാര്യസ്ഥത അനുഭവിച്ചിട്ടുള്ള മനുഷ്യരാണ്. അപ്പം എന്താണ് ഗവൺമെൻറ് ആശുപത്രികൾ ഇത്തരമൊരു സാഹചര്യത്തിലൂടെ കേരളത്തിൽ മുന്നോട്ട് പോകുന്നത് എന്ന് ഈ പൊതുസമൂഹത്തോട് ഉത്തരം പറയാൻ ബാധ്യതപ്പെട്ട വ്യക്തി ആരോഗ്യവകുപ്പ് മന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിയാണ്. വലിയ സമരം ഇപ്പോൾ കേരളത്തിൽ നടക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ ഉൾപ്പെടെ വലിയ സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണണം എന്നാവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് സമയമില്ല. മുഖ്യമന്ത്രി സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നടത്തുന്ന സമരത്തിൽ അവരുടെ കാര്യങ്ങൾ കേൾക്കാൻ സമയം കൊടുത്തില്ലെങ്കിൽ ആർക്കാണ് അതിൻ്റെ നഷ്ടം? അതിന് നഷ്ടമെന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ട രോഗികളുടെ, മേജർ സർജറികൾ നിശ്ചയിച്ചിട്ടുള്ള രോഗികളുടെ ജീവനാണ് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടം നമുക്കാണ്. അപ്പോൾ കേരളത്തിൽ പാവപ്പെട്ടവരുടെ, രോഗികളുടെ മേജർ ശസ്ത്രക്രിയകൾ മുടങ്ങി, ആവശ്യമായിട്ടുള്ള OP സൗകര്യങ്ങളെല്ലാം മുടങ്ങി. അപ്പോൾ സർക്കാർ മേഖല സ്തംഭനാവസ്ഥയിൽ നിൽക്കുമ്പോഴും ഇവിടുത്തെ ഈ ഡോക്ടർമാരുടെ സമരം എന്താണ് എന്ന് കേൾക്കാൻ തയ്യാറാകാതെ കേരളത്തിൻ്റെ സർക്കാർ മേഖലയെ അധപ്പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഉത്തരവാദി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭരണകൂടത്തിൻ്റെ തലവനായിട്ടുള്ള ശ്രീമാൻ പിണറായി വിജയനാണ്. കേരളത്തിൽ വലിയ രീതിയിൽ എപ്പോഴും പ്രസംഗിക്കും, ഞാൻ പാവപ്പെട്ടവരുടെ നേതാവാണ്, ഞാൻ പാവപ്പെട്ടവരുടെ മുഖ്യമന്ത്രിയാണ്, ഞാൻ വന്നതിന് ശേഷം പാവപ്പെട്ടവർക്ക് ഗുണകരമായിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നാടിനെ അതിദാരിദ്ര്യ വിമുക്തമാക്കിയിട്ടുണ്ട് എന്നെല്ലാം പറയുന്ന ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പിനെ തകർക്കുന്ന, ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകളെയും ജില്ലാ ആശുപത്രികളുടെയും നിലവാരം തകർക്കുന്ന നിരവധി കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. അതായത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ കോടിക്കണക്കിന് രൂപയുടെ സർക്കാർ ആശുപത്രികളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്.
ഒന്നാം പിണറായി വിജയൻ ഗവൺമെന്റിന്റെ സമയത്ത് PPE കിറ്റുകൾ വരെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു ആരോഗ്യ മേഖലയിൽ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം നമ്മുടെ മുന്നിൽ നിലനിൽക്കുമ്പോൾ ഇവിടെ വലിയ ഒരു കച്ചവടം സർക്കാർ അറിഞ്ഞുകൊണ്ട്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടിയും അറിഞ്ഞുകൊണ്ട് കേരളത്തിൽ വലിയ ഒരു കച്ചവടം അവർ നടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കച്ചവടം നടത്തിയിട്ടുള്ളത് വലിയൊരു കമ്പനി, ആ കമ്പനിയുടെ പേര് P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. ഈ P1 ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് 2021 വരെ നമ്മുടെ നാട്ടിൽ യാതൊരു തരത്തിലുമുള്ള ബിസിനസ്സും അവർ നടത്തുന്നില്ല. ആ കമ്പനി P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 2021 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. അപ്പോൾ P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി 8/3/2021 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഫണ്ടിലേക്ക് നൽകുകയും 9/3/2021 വീണ്ടും ഒരു 2 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഫണ്ടിലേക്ക് നൽകുകയും ചെയ്തത് 2021 2021 ശേഷം ഇവിടെ കേരളത്തിൽ ആ കമ്പനി ഒരു ഉപകമ്പനിയാണ്. ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറയുന്ന അമേരിക്കയിലെ വലിയ ഒരു കമ്പനിയുടെ ഉപകമ്പനിയാണ് P1 ഇൻഫ്രാസ്ട്രക്ചർ. ആ വലിയ കമ്പനി ഈ ഉപകമ്പനിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ബ്ലാക്ക് സ്റ്റോൺ ഓൺഡ് ഹെൽത്ത് പ്ലാറ്റ്ഫോം ക്വാളിറ്റി കെയർ ടു ബൈ കിംസ് കേരള, കേരളത്തിലെ 10ഓളം വരുന്ന പ്രൈവറ്റ് കമ്പനികളെ അവർ വാങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പേപ്പറുകൾ ഈ പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നുണ്ട്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ 4 കോടി രൂപ മാർക്സിസ്റ്റ് പാർട്ടിക്ക് 2021 P1 ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി നൽകിയിട്ടുള്ളതിൻ്റെ അവരുടെ തന്നെ രേഖകളിൽ നിങ്ങൾക്ക് പരിശോധിച്ചാൽ ഓരോ മാധ്യമ പ്രവർത്തകർക്കും കാണാൻ സാധിക്കും. ഇത് വലിയ ഒരു ആശുപത്രി ശൃംഖലയാണ്. ഇത് ഏറ്റവും പാവപ്പെട്ടവരുടെ ജീവിതം വിറ്റുകൊണ്ടാണ് ഈ കമ്പനിക്ക് കേരളത്തിൽ പടർന്ന് പന്തലിക്കാനുള്ള സാഹചര്യം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഈ 2021 ശേഷം നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നമ്മുടെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു വർഷം 13 ലക്ഷത്തോളം മേജർ രോഗബാധിതർ ഉൾപ്പെടെയുള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയിരുന്നു എങ്കിൽ അത് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ഇൻ പേഷ്യൻ്റ് അഡ്മിഷൻ കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞുപോയി എന്നുള്ളതാണ്. അതായത് ഏതാണ്ട് 13 ലക്ഷത്തിനും 15 ലക്ഷത്തിനും വരുന്ന ആളുകൾ ഇൻ പേഷ്യൻസ് ആയിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ അഭയം തേടിയിരുന്നപ്പോൾ ഈ കമ്പനിയുമായിട്ട് കരാറുണ്ടാക്കുകയും ഈ കമ്പനി സ്വകാര്യ മേഖലയിലെ ചെയിൻ ഓഫ് കിംസിൻ്റെയും ആസ്റ്ററിൻ്റെയും മുഴുവൻ സ്ഥാപനങ്ങളെയും വാങ്ങുകയും ചെയ്തതിനു ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് 7.5 ലക്ഷമായിട്ട് ആ രോഗികളുടെ അഡ്മിഷൻ നമ്മുടെ ആരോഗ്യ മേഖലയിൽ കുറഞ്ഞു എന്നുള്ളതാണ്. 1.3 ലക്ഷം വരുന്ന മേജർ സർജറികൾ നമ്മുടെ നാട്ടിൽ നടന്നിരുന്നുവെങ്കിൽ ഈ കച്ചവടം നടന്നതിന് ശേഷം അത് 89,000 മേജർ സർജറികൾ മാത്രമായി കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ മാറി എന്നുള്ളതാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഒരാൾ പോലും ചികിത്സ തേടി കേരളത്തിൻ്റെ പൊതുമേഖല ആരോഗ്യ മേഖലയെ സമീപിക്കാത്തത്. അവരെല്ലാം തന്നെ കേരളത്തിൻ്റെ പുറത്ത്
അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്ത് എന്നുള്ള രീതിയിൽ ചികിത്സ തേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഓരോരുത്തരുടെയും മുന്നിൽ നിലകൊള്ളുന്നത്.